ഫ്രണ്ട്സ്, ഐ എം ധന്യ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു കൂൾ ഡ്രിങ്ക്സ് ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ചൂട് അധികരിച്ച് വരുന്ന ഈ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കൂൾ ഡ്രിങ്ക്സ് ആണിത്. തണ്ണിമത്തൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കൂൾ ഡ്രിങ്ക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് തണ്ണിമത്തൻ. ഡ്രിങ്ക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ്. എന്നിട്ട് നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊക്കെ ഒടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കട്ടയൊക്കെ ഒടിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ട് വരും. ഇനി ഒരു ജ്യൂസർ ജാറിലേക്ക് ഞാനിവിടെ 1 കപ്പ് തണ്ണിമത്തൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്ടർമെലനാണ്. അതിൻ്റെ കുരുവൊക്കെ നന്നായിട്ട് കളഞ്ഞതാണ്. അതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ ആ മിക്സാണ്. ഇപ്പോൾ തണുത്തപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തണുത്ത പാലാണ്. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് തണുത്ത പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 6 ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തണ്ണിമത്തൻ ജ്യൂസ് ഒന്ന് നമുക്ക് 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ജ്യൂസാണിത്. തണ്ണിമത്തനൊക്കെ ധാരാളമായിട്ട് അവൈലബിൾ ആവുന്ന സമയവുമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള റിഫ്രഷിങ് ജ്യൂസൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമാണ്. തണ്ണിമത്തനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.